പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അല്പം നേരത്തെ ചിന്തിക്കാനായിട്ട് യെശയ്യാവ് 26:3-4. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പി. പ്രൈസ് ദ ലോർഡ്. ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ പ്രോമിസാണ് പ്രവാചകൻ യെശയ്യാവിൽ കൂടി. നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. പെർഫെക്റ്റ് പീസ്. എന്ത് വലിയൊരു പ്രോമിസാണ് അല്ലേ, പെർഫെക്റ്റ് പീസ്. ദൈവത്തിൻ്റെ പ്രോമിസസ് എല്ലാം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണമായൊരു സമാധാനം അനുഭവിക്കണം. ആ സമാധാനത്തിൽ നാം നിലനിൽക്കണം. ഈ ഒറിജിനൽ ഹീബ്രു ടെക്സ്റ്റിൽ ഈ പെർഫെക്റ്റ് പീസ് എന്നുള്ളത് എഴുതിയിരിക്കുന്ന ഷാലൂം. അതായത് ഹീബ്രു ലാംഗ്വേജിൽ റെപ്പറ്റീഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവിടെ ജസ്റ്റ് ഷലൂം എന്നല്ല, ഇറ്റ് ഈസ് ഷലൂം. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കാം. അതാണ് പെർഫെക്റ്റ് പീസ്. അതായത് പീസിൻ്റെ ഒരു ഡോറ് മാത്രം നമുക്ക് കടന്നു പോകാനായിട്ട് തുറന്നു തരുന്നതിൽ ദൈവത്തിന് താല്പര്യമില്ല. ദൈവത്തിന് ഡബിൾ ഡോറ് തുറന്നു തന്നേച്ച്, സമാധാനത്തിന് ഡബിൾ ഡോറ് തുറന്നു തന്നേച്ച് നമ്മളോട് പറയാം ഷലൂം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതായത് നമുക്ക് ഒരു വാക്കുകൊണ്ട് ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് ഒന്നുകൂടെ പറയുക. ദൈവം ആ പ്രോമിസിന് ശക്തി കൂട്ടി പറയുക. ഇതുപോലുള്ളൊരു പെർഫെക്റ്റ് പീസ് ചിലർക്കൊക്കെ ഉണ്ട്, എന്നാൽ ചിലർക്ക് അത് ജീവിതത്തിൽ ലഭിക്കുന്നില്ല. ഞാൻ പറയട്ടെ, സ്പിരിച്വലായിട്ട് ദൈവത്തിൽ റെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു ഡിസ്ട്രക്ഷനും വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം സൂക്ഷിക്കുകയും പൂർണ്ണ സമാധാനം തരികയും ചെയ്യും. ആരാ ഈ പീസ് അനുഭവിക്കുന്നത്? നിൻ്റെ കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കാണ് പീസ് കിട്ടുന്നത്. അവരുടെ മനസ്സ് സ്ഥിരമായി നിൽക്കുന്നതായിരിക്കണം. അതായത് ഒരു സെറ്റിൽഡ് മനസ്സായിരിക്കണം, അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് മനസ്സായിരിക്കണം അവർക്ക്. അല്ലെങ്കിൽ അവർ വേവർ ചെയ്ത് അവരുടെ മനസ്സ് വേവർ ചെയ്ത് പെർഫെക്റ്റ് പീസ് അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാതെ വരും. അങ്ങനെ പെർഫെക്റ്റ് പീസ് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ചാഞ്ഞ മുതലും ആടുന്ന വേലിയും പോലെ ഒന്നും ആകരുത്. നാം സ്ഥിരമാനസരായിരിക്കണം. അതായത് വാട്ട് അപ്ഹോൾഡ്സ് അവർ മൈൻഡ്. നമ്മുടെ മൈൻഡ് ഈസ് ഇറ്റ് സ്റ്റാൻഡിങ് ഫാസ്റ്റ്? നിൻ്റെ മനസ്സ് എസ്റ്റാബ്ലിഷ്ഡ് ആണോ കുഞ്ഞെ? നീ ഏതിലാണ് ചാരി നിൽക്കുന്നത്? പെർഫെക്റ്റ് പീസ്, പൂർണ്ണ സമാധാനം ലഭിക്കണമെങ്കിൽ നിൻ്റെ മനസ്സ് ഇടയ്ക്കിടയ്ക്കൊന്ന് കർത്താവിലേക്ക് വന്നാൽ പോരാ. അവനിൽ തന്നെ നിൻ്റെ മനസ്സ് വസിക്കണം. സ്ഥിരമാനസനായിരിക്കണം. സ്ഥിരമാനസൻ്റെ ഒരു ഗുണം എന്നാണെന്നറിയാമോ? സ്ഥിരമാനസൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കും. അവൻ്റെ മനസ്സ് ദൈവത്തോട് തന്നെ ചേർന്നാണ് ഇരിക്കുന്നത്. നമ്മുടെ മനസ്സോടെ നാം ചേർന്നിരുന്നിട്ടുണ്ടെങ്കിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തലമണ്ടയിലിരിക്കും. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോസ്തലനായ പൗലോസിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഫിലിപ്പിയ ലേഖനം 3:10 താനത് പറയുന്നുണ്ട്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:10. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ മരണത്തോടെ അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും, അടുത്ത വാക്യം കൂടെ 11, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന്. പ്രൈസ് ഗോഡ്. അനുഭവിച്ചറിയുക, അവനെ അറിയണം. ദാറ്റ് ഐ മേ നോ ഹിം. അത് പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്നാൽ സാത്താൻ്റെ ആഗ്രഹം എന്നറിയാവോ? എന്തിൽ വേണമെങ്കിലും കൊണ്ടുപോയി നമ്മുടെ മനസ്സിനെ അവനെ ഉറപ്പിച്ച് നിർത്തും. പക്ഷേ ദൈവസ്നേഹത്തിൽ അവൻ നമ്മെ ഉറപ്പിച്ച് നിർത്തത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ബിക്കോസ് ഹി ട്രസ്റ്റ് ഇൻ യു. നീ അവനിൽ ആശ്രയിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് അവനിൽ തന്നെ റെസ്റ്റ് ചെയ്യുമ്പോൾ
അതിൽ തന്നെ നാം മുന്നോട്ട് പോകുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ആശ്രയം നമ്മുടെ ജീവിതത്തിൽ വളർന്നു തുടങ്ങും. ഇഫ് യു ട്രസ്റ്റ് ദ ലോർഡ് ഇറ്റ് വിൽ ഷോ ഇൻ അവർ ആക്ഷൻസ്, ബട്ട് ഇറ്റ് വിൽ ബിഗിൻ ഇൻ അവർ മൈൻഡ്. എന്നിട്ട് പ്രൈസ് ഗോഡ്, ഇങ്ങനെയുള്ളവർക്ക് ദൈവം പൂർണ്ണ സമാധാനം കൊടുക്കും, പൂർണ്ണ ആരോഗ്യം കൊടുക്കും, എവർലാസ്റ്റിംഗ് സ്ട്രെങ്ത് കൊടുക്കും. നമ്മുടെ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് അവൻ ആശ്രയിക്കാൻ തക്കണമാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നതെങ്കിൽ, ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് നിനക്ക് അവനിൽ ആശ്രയിച്ചുകൂടാ? അവൻ നമുക്ക് തരുന്നത് നീണ്ടു നിൽക്കുന്ന എവർലാസ്റ്റിംഗ് സ്ട്രെങ്ത് തരുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് എവർലാസ്റ്റിംഗ് സ്ട്രെങ്ത് ഇല്ലെന്നല്ല. ഹീ ഈസ് എവർലാസ്റ്റിംഗ് സ്ട്രെങ്ത്. നമ്മുടെ മനസ്സ് അങ്ങനെ ബലത്തോടെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുവാൻ ദൈവം തീർച്ചയായും നമ്മെ അനുവദിക്കും. സംഖ്യാപുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്ന ചില ഭാഗങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആത്മീയ പുഷ്ടിയും ബലവും നമ്മുടെ ചിന്താമണ്ഡലത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതുമാണ്. നമ്പേഴ്സ് ചാപ്റ്റർ 6 വേഴ്സ് 23-27 ഇങ്ങനെയാണ് ആ വാക്യങ്ങൾ പറയുന്നത്. 23-27. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹ്റോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം. ഞാൻ അവരെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഒരു ഡിസയറാണ് അത്. മറ്റുള്ളവരെ, തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. അവരെ ലീഡ് ചെയ്യുന്നവരെയൊക്കെ ദൈവം പ്രാധാന്യതയോടെ തന്നെ കാണുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മൾ ഏറ്റവും നല്ലതിന് വേണ്ടി വേർതിരിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നു വീഴുന്നത് വലിയ ആശ്വാസമാണ്, വലിയ തണുപ്പാണ്. പക്ഷെങ്കിൽ അങ്ങനെ സംഭവിക്കാത്തത് ഞാൻ പറയട്ടെ, നാം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നു എന്നുള്ളതല്ല, ദൈവം അറിയുന്നു നിന്നെ എങ്ങനെ അനുഗ്രഹിക്കണമെന്ന്. നീ അറിയുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് നാം ചെയ്യുന്നത്? പെറ്റ് തള്ളയേക്കാൾ ഉറ്റുപാലിക്കുന്നവനാകൊണ്ട അല്ലേ? ദൈവം നമ്മെ സൂക്ഷിച്ച് വഴി നടത്തും. ദൈവത്തിന് നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരട്ടെ. എന്നാൽ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ പാപവും ദൈവമില്ലാത്ത ഡിസയറും ഒക്കെ കയറി വന്നിട്ട്, അത്യാഗ്രഹം കയറി വന്ന്, വിഗ്രഹാരാധന കയറി വന്ന് കയ്പും ദേഷ്യവുമൊക്കെയായി തീരുന്നത് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തോട് നാം ചേർന്നിരുന്നാൽ നമുക്ക് അത് എൻഷുർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ലൈഫ്, പീസ്, സക്സസ് അതെല്ലാം നമുക്ക് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന കാര്യമാണ്. ദൈവം തൻ്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മളോട് അവൻ കൃപ കാണിക്കട്ടെ. അവൻ്റെ മുഖത്തിൻ്റെ ശോഭ നമുക്ക് തണുപ്പേകട്ടെ. അവൻ തൻ്റെ ജനത്തെ നോക്കും കേട്ടോ. അത് ദൈവത്തിൻ്റെ വലിയൊരു വിശ്വസ്തതയാണ്. ഒന്നുമില്ലാത്തവരെ പോലും അനുഗ്രഹിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം. ഗോഡ്സ് ലിവിങ് അറ്റൻഷൻ ഈസ് ഓൺ ദ ബിലീവർ. ദൈവം നമുക്ക് സമാധാനം തരും. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മെ പൂർണ്ണതയിലേക്കും നന്മയിലേക്കും നയിക്കുന്നത്, നമ്മെ തൃപ്തിയിലേക്കും നയിക്കുന്നത്. ഇതാണ്
അബൻഡൻ്റ് ലൈഫിൽ ജീസസ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. 1 യോഹന്നാൻ 10 അധ്യായം അതിൻ്റെ 10 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 10 ഇങ്ങനെ പറയുന്നു: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായിട്ട് ഉണ്ടാകേണ്ടതിനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. 3-fold റെപ്പറ്റീഷൻ ദൈവത്തിനെ നമ്മൾ കേൾക്കുക. ട്രിനിറ്റി നമുക്കറിയാം. ഇത് പിതാവാം ദൈവം അനുഗ്രഹിച്ച് അവൻ്റെ എല്ലാ ജനത്തെയും ഒരുപോലെ സ്നേഹിക്കുന്നവന്, ദൈവത്തിൻ്റെ ഛായയിൽ നമ്മെ ഓരോരുത്തരെയും അവൻ സൃഷ്ടിച്ചു. പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ലോകത്തിൻ്റെ അറ്റം വരെയും നമ്മളോട് വരാമെന്ന് പറഞ്ഞിരിക്കുന്ന നല്ല കർത്താവ് നമുക്ക് ആവശ്യം വന്ന സമാധാനവും സന്തോഷവും തരട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും കർത്താവെ താങ്ങി നടത്തി ഓരോരുത്തരെയും ഉയർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് മതിയാവണമെന്ന് വീണ്ടും ഞങ്ങൾ വീറ്റുപറവാൻ്റെ ഗുണം സാക്ഷ്യത്തിൻ്റെ വലിയ അനുഭവങ്ങൾ ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ കൂടാരം, ഞങ്ങൾ ഒക്കെ അനുഭവിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.